ഈ പാർട്ട്നേഴ്സ് തമ്മിലേ എന്താ കള്ളം പറയുന്നതെന്നറിയോ? മിക്കവാറും പറയുന്നത് ഞാൻ ആ പേഴ്സണെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്നാണ്. പക്ഷെ ആക്ച്വലി ആ ഒരു പേഴ്സണിൽ നിന്നും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഇമോഷൻസ് നമ്മൾ ഫേസ് ചെയ്യാതിരിക്കാനാണ് നമ്മൾ കള്ളം പറയുക. ഇത് സമ്മതിക്കാൻ മിക്കവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അതായത് ആ പേഴ്സൺ അറിഞ്ഞു കഴിയുമ്പോൾ അതിനോട് ഒരു ഇമോഷണൽ റെസ്പോൺസ് ആ പേഴ്സൺ ഉണ്ടാകും. ആൻഡ് ആ ഇമോഷണൽ റെസ്പോൺസ് നമ്മുടെ നേർക്കായിരിക്കുമല്ലോ വരിക. ആ ഒരു ഇതിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടി വരും. ആ അൺകംഫർട്ടബിൾനെസ് നമുക്കൊരു ബുദ്ധിമുട്ടാകും. ബേസിക്കലി സെൽഫിഷ്നെസ് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും റിലേഷൻഷിപ്സിൽ ഇതിന് വളരെയധികം സ്ഥാനമുണ്ട്. നമ്മൾ ഒന്നും അസ്യൂം ചെയ്യാതിരിക്കുക. നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് എക്സ്പ്ലിസിറ്റായിട്ട് ചില റൂൾസ്, ചില തീരുമാനങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഒന്നും അസ്യൂം ചെയ്യാതിരിക്കുക. അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. നോട്ട് റിയലി എല്ലാവർക്കും അറിയാവുന്നതെന്ന് കരുതാതിരിക്കുക. നമുക്കൊരു കാര്യം താല്പര്യമുണ്ടെങ്കിൽ പറയുക, ഇതാണ് എൻ്റെ താല്പര്യം. അത് നമ്മൾ ക്ലിയർ കട്ടായിട്ട് പറയാനായിട്ട് ശീലിക്കുക. അല്ലാതെ ഒരിക്കലും അവർക്കത് അറിയാമെന്ന് അസ്യൂം ചെയ്യാതിരിക്കുക.